അതുപോലെ തന്നെ ഡോക്ടർ, വിദേശത്ത് MBBS എടുക്കാൻ ഒരു ഏജൻസിയുടെ ആവശ്യമുണ്ട്? വിദേശത്ത് അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ വിസക്ക് അപ്ലൈ ചെയ്യാനോ നിങ്ങൾക്ക് ഏജൻസിൻ്റെ ആവശ്യം നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയറൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്നിരുന്നാൽ പോലും നിങ്ങളൊരു ഏജൻസി ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്കൊരു അഡ്മിഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിസ എടുത്തിരുന്നത് കൂടി അവരെ കടമ തീരുന്നില്ല. നിങ്ങൾ 6 വർഷം പുറത്ത് രാജ്യത്ത് നിൽക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ട ലോക്കൽ സപ്പോർട്ട് മുതൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് ഏജൻസി ആണെങ്കിലും അവർ ഇതിന് ആപ്റ്റാണോ, നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവർ ത്രൂ പോയ കുട്ടികളുമായിട്ട് സംസാരിക്കുക, അവരുടെ പേരൻസുമായിട്ട് സംസാരിക്കുക. ഇതിനുള്ള അവസരം അവരോടൊന്ന് ചോദിക്കുക ഉണ്ടാക്കിത്തരാൻ. കാരണം ഇപ്പോൾ അത്രയും ഏജൻസികൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഈ ഒരു എല്ലാം തരുന്ന ഏജൻസിയും ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും കുറേ ഇഷ്യൂസ് ഉണ്ടാവും. സ്റ്റുഡൻസിന് കോമൺ ആയി വരുന്ന സബ്ജക്ട്സിൻ്റെ ഇഷ്യൂസ്, പോർട്ടൽ ഇഷ്യൂസ്, കാര്യങ്ങൾ, ഇതിനൊക്കെ നിങ്ങളെ ബിഹാഫായിട്ട് സംസാരിക്കാൻ പോകുന്ന ഏജൻസികളാണ്. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറ്റുന്ന ഏജൻസികൾ ചൂസ് ചെയ്യുന്നതിന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഏജൻസി എന്ന് പറഞ്ഞാൽ വെറും ഒരു അഡ്മിഷൻ എടുത്തു തരുന്ന ഒരാളല്ല, നിങ്ങളുടെ ലോക്കൽ ഗാർഡിയനാണ്. അവരാണ് നിങ്ങൾക്ക് 6 years നിങ്ങളുടെ സപ്പോർട്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് നിങ്ങൾക്ക് ആ റെസ്പോൺസ് തരേണ്ടത് ഏജൻസിയാണ്. അപ്പം നിങ്ങൾ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് സമയമെടുത്ത് കറക്റ്റ് അന്വേഷിച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ.